നമസ്കാരം. ഏവർക്കും മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് കടന്നു വരാൻ പോകുന്നത്, എന്ത് ഭാഗ്യാനുഭവമാണ് നിങ്ങൾക്ക് ലഭിക്കുവാനായി പോകുന്നത്, അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ 2 ബലൂണുകളിൽ ഒരു ബലൂൺ പൊട്ടിക്കുക എന്നുള്ളതാണ്. 2ൽ ഒരു ബലൂൺ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന കാര്യത്തിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം ഏവരും ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ നിരവധിയാർന്ന ചിന്തകളുണ്ട്, ആകുലതകൾ ഉണ്ടാകാം, ടെൻഷനുകൾ ഉണ്ടാകാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ മാറ്റിവെച്ച് ഏകാഗ്രമായി ഇരിക്കണം. കണ്ണുകൾ അടച്ച് പതുക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ, നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന ആ ശക്തി ആരാണോ, ആ ശക്തിയെ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതാണ്. മനസ്സിലേക്ക് പ്രാർത്ഥനകൾ കൊണ്ടുവരേണ്ടതാണ്. അതായത് ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമതകൾ മാറണം എന്നും, സൗഭാഗ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് എന്താണോ അത് വഴിമാറി പോകണം എന്നും ഈ സമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ പ്രാർത്ഥനയുടെ ശേഷം കണ്ണുകൾ തുറന്ന് എന്താണോ നിങ്ങൾ ആദ്യം കാണുന്നതായ ചിത്രം, ഏത് ബലൂണാണോ നിങ്ങൾ ആദ്യം കണ്ടത്, ആ ബലൂൺ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം. ശേഷം കണ്ണുകൾ തുറന്ന് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, ആ ദേവതയുടെ നാമം കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പ്രാർത്ഥനകളോടെ നിങ്ങൾക്ക് ആ ദേവതയുടെ നാമം രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങളാണ് എങ്കിലും നടക്കണം എന്ന പ്രാർത്ഥനയോടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ സാധാരണയായി വളരെയധികം സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാറില്ല എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതായ അവസ്ഥ. എന്നാൽ നിങ്ങൾ തോറ്റുകൊടുക്കുവാൻ തയ്യാറല്ലാത്ത വ്യക്തികളാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അത് എന്തു തന്നെയാണ് എങ്കിലും തരണം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതായത് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഒഴിയാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. മനസ്സിന് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകാവുന്ന പല സങ്കടകരമായ അനുഭവങ്ങളും ജീവിതത്തിൽ ഉള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ ചില വിഷമകരമായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ വരും കാലം അത് അപ്രകാരമായിരിക്കണം എന്നില്ല എന്നതാണ് വാസ്തവം. പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങളോ ഭാഗ്യാനുഭവങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ലഭിച്ചില്ല എങ്കിൽ പോലും
നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അത് മാറ്റങ്ങൾക്ക് കാരണമായി തീരും. സങ്കടകരമായ പല കാര്യങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങളെ രക്ഷയ്ക്കായി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഒപ്പമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് അനുഭവഭേദ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് പരാമർശിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾ എന്ന് പറയുന്നില്ല, ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും എന്നത് വാസ്തവമാണ്. പല വിധത്തിലും അനുഗ്രഹങ്ങൾ, അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ശക്തിയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ആ ദേവതയെ നിങ്ങൾ കൂടുതൽ ആരാധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ അനുകൂലമാകാം. ചില കാര്യങ്ങൾ എന്നാണ് പറയുന്നത് കാര്യവിജയങ്ങൾ പോലും അല്ലെങ്കിൽ ചില അനുകൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ പല വിധത്തിലും തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികളാണ്. അതിനാൽ പല കാര്യങ്ങളും നിങ്ങളുടെ ശ്രമഫലമായി വിജയത്തിൽ എത്തുവാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ശ്രമങ്ങൾ ഒരു പരിധി വരെ വിജയം കാണും എന്ന് തന്നെ അർത്ഥമാക്കാം. ധനപരമായി വളരെയധികം പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരുന്നവരാകാം. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ അല്പം അനുകൂലമാകുവാനുള്ള സാഹചര്യമുണ്ട്. കാരണം പല കാര്യങ്ങളിലും അത്രമേൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, പല കാര്യങ്ങളും നടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും ധനപരമായ പ്രയാസങ്ങൾ ഉള്ളതിനാൽ അത് നീക്കിവച്ചിരിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു പോയ സാഹചര്യങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിലൂടെ ധനമോ സഹായമോ മറ്റൊരു വ്യക്തിയുടെ പിന്തുണയോ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. അനുകൂലമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില സഹായങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾക്കുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും ഇണക്കവും പിണക്കവും പതിവ് തന്നെയാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഇവിടെ തീർച്ചയായും ഒരു മാറ്റം സംഭവിക്കുകയാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷകരമായ ചില കാര്യങ്ങൾ, നിമിഷങ്ങൾ, യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങളും ഐശ്വര്യപൂർണമായി തീരണം എന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഒരു പരിധി വരെ ഫലം കാണുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുന്നു. തീർച്ചയായും ഈ സമയം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങളിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഐശ്വര്യപരമായ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതായ പല കാര്യങ്ങളും പ്രകടമാകും എന്നുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാഗ്യാനുഭവം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യാനുഭവമാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം നിങ്ങളിലേക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യവുമാകാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് പ്രാധാന്യം ചെയ്യണം. അതായത് പ്രാധാന്യം നൽകണം. നന്മ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നൽകാവുന്നതുമാണ്. ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തിയുടെ ഫലവും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എന്നതാണ് വാസ്തവം. വളരെയധികം വിജയങ്ങളിലേക്കും
മറ്റ് അനുകൂലമായ കാര്യങ്ങളിലേക്കും അത് തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. പലതരത്തിലും ഭയവും അതേപോലെ തന്നെ ഒരു അരക്ഷിതമായ അവസ്ഥയും ജീവിതത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പല ശത്രുക്കളും നിങ്ങളെ വേട്ടയാടുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് തീർച്ചയായും ചില ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം ചില പ്രശ്നങ്ങൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ടോ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ കാണുവാൻ സാധിക്കുന്നു. ഈ സമയം ആശങ്കകൾ നിറഞ്ഞ ഒരു മനസ്സുള്ള വ്യക്തിയെ തന്നെ കാണുവാനായി സാധിക്കുന്നു. അമിതമായ ചിന്തകൾ, നെഗറ്റീവായ ഊർജം നിങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് കാണുന്നു. ഈ സമയം ചില സമയങ്ങളിൽ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ്. നിങ്ങളെ തളർത്തുന്നത് ആ ചിന്തകളാണ്. അതിനാൽ കൃത്യമായ പരിഹാരം ഇതിന് അനിവാര്യം തന്നെയാണ്. പോസിറ്റീവായ ഊർജമാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. പല ചിന്തകളെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സായി മാറും. ശാന്തതയാണ് ഈ സമയം അനിവാര്യമായിട്ടുള്ളത്. ഈ സമയം നിങ്ങൾ തീർച്ചയായും വളരെ അനിവാര്യമായ സാഹചര്യങ്ങളിൽ മാത്രം ചില സമയങ്ങളിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നു എങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നെഗറ്റീവായ ഊർജം കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുവാനും അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനും കാരണമായി തീരും. ഈ സമയം ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ വീഡിയോ കാണുവാനും ഇതിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടത് പോലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന സൂചന അത് നിങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി തന്നെയാണ്. ചില കാര്യങ്ങളിൽ വളരെയധികം പ്രതിസന്ധി നിങ്ങൾക്കുണ്ട്. അത്തരം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ അത് ധനപരമായ ചില തകർച്ചകളാകാം. തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്ന വിഷമകരമായ സാഹചര്യമാകാം. അല്ലെങ്കിൽ തൊഴിൽപരമായ പ്രശ്നങ്ങൾ, സമാധാനം ലഭിക്കാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം അലട്ടുന്ന വളരെ വിഷമിപ്പിക്കുന്നതായ പല കാര്യങ്ങളുടെയും നടുവിൽ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്ന് കാണുന്നു. എത്ര തന്നെ കഠിനമായ കാര്യങ്ങൾ, അതായത് പരിശ്രമങ്ങളാണ് എന്ന് പറയാം, വിജയിക്കണം എന്ന ആഗ്രഹത്തോടെ പരിശ്രമങ്ങൾ നടത്തിയിട്ട് പോലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട്. ഒട്ടും ലഭിക്കുന്നില്ല എന്നല്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥ. നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളും അർഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അർഹതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ ഇല്ല എന്ന് പറയാം. ഇതിന്റെ പിന്നിൽ പല വിധത്തിലുമുള്ള തടസ്സങ്ങളാണ് ഉള്ളത്. അദൃശ്യമായ തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ഉയർച്ച അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നത് വാസ്തവമാണ്. അത് പല കാരണങ്ങൾ കൊണ്ടുള്ള ഉയർച്ചയാകാം. ധനപരമായി തന്നെ ആകണം എന്നില്ല. നിങ്ങളുടെ പ്രവൃത്തിയോ
കർമ്മങ്ങളോ ഇത്തരം കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാം. അത്തരം കാര്യങ്ങൾ പോലും പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കണ്ണീർ ദോഷം അല്ലെങ്കിൽ അത്തരത്തിലൊരു ശത്രുദോഷമായി നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ എന്താണോ നിങ്ങൾ കാണേണ്ടത് അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്തതായ അവസ്ഥ. പല കാര്യങ്ങളിലും അബദ്ധം പിണഞ്ഞതിന് ശേഷമായിരിക്കും അയ്യോ അപ്രകാരമല്ലല്ലോ ചെയ്യേണ്ടത് എന്ന ചിന്ത. ഇത്തരത്തിൽ പല വിധത്തിലും അബദ്ധങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ ആകണം എന്നില്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തിനുമാകാം. ഇത്തരം പല കാര്യങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു എന്ന നെഗറ്റീവായ എനർജിയെ നിങ്ങൾ ഒഴിവാക്കി നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദൈവികമായ അല്ലെങ്കിൽ ഈശ്വരന്റെ ചൈതന്യത്തെ, ആ പോസിറ്റീവായ ഊർജത്തെ നിങ്ങൾ ഉണർത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വാസ്തവം. എല്ലാ കാര്യങ്ങളിലും ഒരു പരിഹാരം വേണം. എന്നാൽ ആ പരിഹാരം എന്ന് പറയുന്നത് ശാശ്വതമായ പരിഹാരം തന്നെ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവിടെ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ പൂർണ്ണമായും അർപ്പണ ബോധത്തോടെ ഏകാഗ്രതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, വലിയ ദോഷങ്ങളുണ്ട് എങ്കിലും അതിനെ മറികടക്കുവാൻ നിങ്ങളുടെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായും ചില മാറ്റങ്ങൾ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ അങ്ങോട്ട് പ്രകടമാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകളോ സന്തോഷ നിമിഷങ്ങളോ ചില അനുകൂല സാഹചര്യങ്ങളോ വന്നു ചേരാം. ചില പുതിയ കാര്യങ്ങൾക്കായി പരിശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ ആ പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് അടുക്കുന്നതായ സാഹചര്യം രൂപപ്പെടാം. അതൊരു തൊഴിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ധനപരമായി നിങ്ങൾക്ക് നിലനിന്നിരുന്നതായ പ്രശ്നങ്ങൾ അത് ഒഴിഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിക്കാത്തതായ ദിവസങ്ങളില്ല എന്നതാണ് വാസ്തവം. അതിൽ ധനപരമായ ഞെരുക്കങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു അയവ് പ്രകടമാകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പല പ്രശ്നങ്ങളും ആത്മാർത്ഥതയോടെ തന്നെ സമീപിക്കുവാനും ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നത് പോലെ തന്നെ ചില പരിഹാരങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ വൈകാരികമായുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഭയം നിങ്ങളെ പലതരത്തിലും ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദുഃഖം വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ പോലും ചില സമയങ്ങളിൽ സമാധാനം ലഭിക്കാത്തതായ അവസ്ഥ, പല കാര്യങ്ങളിലും ഒരു അകൽച്ച പ്രകടമാകുന്ന സാഹചര്യം വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നൊരു ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ആശങ്കകൾ വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളെ വളരെയധികം തളർത്തുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും പുറമേ നിന്നും ചിന്തിക്കുന്നത് പോലെയല്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതം വളരെ വ്യത്യസ്തം തന്നെയാണ്. നെഗറ്റീവായ ഊർജം കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. അത്രമേൽ ചിന്തകൾ നെഗറ്റീവായി ബാധിക്കുന്നു. അത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഈശ്വരാനുഗ്രഹമുള്ള ഈശ്വര ചൈതന്യം നിറഞ്ഞ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തീർച്ചയായും ആ ചിന്തകൾ ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നതാണ് വാസ്തവം. പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എങ്കിൽ അതിൽ നിന്നും ഒഴിവായി മുന്നോട്ട് പോകുവാനും സാധിക്കും. ജീവിതത്തിൽ എന്താണോ വന്നു ചേരുന്നത്
അത് എന്താണ് എന്ന് കൃത്യമായ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ട്, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന കാര്യവും നിങ്ങൾക്കറിയാം. എന്നാൽ പ്രാർത്ഥനകളിലൂടെ അത് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ്. വഴിമുട്ടിയിരിക്കുന്നു എന്ന ചിന്തകൾ നിങ്ങളിൽ നിന്നും അകന്നു പോകും. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു ആത്മശക്തി ഈ സമയം നിങ്ങളിലേക്ക് ലഭിക്കാം. ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് സന്തോഷകരമായ നിമിഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. ധൈര്യത്തോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോകണം. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.